ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ക്രീപ്പർ വന്ന് നമ്മുടെ വീട് മൊത്തം പൊട്ടിച്ച് എല്ലാവരും കണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ ഇവിടെയും കൂടെ അടച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റാക്കി. നമ്മുടെ ഈ ഗ്രാവലേ ഉള്ളു, നമ്മൾ ഗ്രാവൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അണ്ടർഗ്രൗണ്ട് കണ്ടല്ലോ. പിന്നെ അങ്ങൊരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ബോഡി മൊത്തം ഞാൻ ഡയമണ്ട് ആക്കി, എങ്ങനെയൊക്കെ ആക്കി. ഞാൻ വീട് പണിയുന്നതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒന്ന് നോക്കിയതാ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആയി. ചെയ്തു വന്നപ്പോഴേക്കും എല്ലാം രാവിലെ ആയി. രാത്രി നിന്നങ്ങ് ഞാൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇതിനൊരു 2 എണ്ണം. പിന്നെ നമ്മൾ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ 2 പട്ടിയെ കിട്ടി. പിന്നെ നമ്മുടെ ഈ ബോൺ ഉണ്ടായിരുന്നല്ലോ, അതും എടുത്ത് ഞാൻ 2 പട്ടിയെ എൻ്റെ പെറ്റാക്കി. ഇപ്പോൾ ഇതിന് ഫീഡാവുന്നില്ല. ഇത് രണ്ടും ബ്രീഡായോ? കൊച്ചുണ്ടായല്ലോ ഉടനെ തന്നെ. അപ്പം അതിനും കൂടെ ഫുഡ് കൊടുത്ത് വലുതാക്കാം. തീർന്നു. ഇച്ചിരി കൂടെ എടുക്കാം. അതെൻ്റെ പെറ്റായില്ല ഇതുവരെ. 4 കുക്കഡ് മട്ടൺ റെഡിയായി. പിന്നെ തടി ഇല്ലാത്തതുകൊണ്ട് ബാക്കി 2 എണ്ണം റെഡിയായില്ല. അപ്പം നമുക്കത് ഇതിന് കൊടുത്തേക്കാം. ഇതെൻ്റെ പെറ്റായി. ഉണ്ടോ, കഴുത്തിലൊരു ചുമന്ന വള്ളി വന്നുണ്ടോ? സാധാ പട്ടിക്കൊന്നും അത് കാണത്തില്ല. അപ്പം നമുക്ക് അതിനെയും കൂടെ ബ്രീഡ് ചെയ്യിക്കാം. നമ്മുടെ ഇപ്പം 2 എണ്ണേ ഉള്ളൂ. നമ്മുടെ ഈ ആവശ്യത്തിന് ഫുഡുണ്ട്. ഇതാണോ? അല്ല, മറ്റേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുമല്ല. അങ്ങനെയാണ് ഇതായിരിക്കും പുതിയ പട്ടി. ഇതാ. വന്നില്ല. വന്നു. 2 പേർക്ക് കൊടുത്ത് വേറെ ഒരെണ്ണത്തിനും കൂടെ ലവ് വരുത്തിക്കാം. അപ്പോൾ ഇത് 2ഉം കൂടെ ബ്രീഡാവും. എന്താ 2ഉം കൂടെ ബ്രീഡാകത്തെ? മറ്റേന് കൊടുത്തു നോക്കാം ഫുഡ്. സ്റ്റാൻഡ്. അവർ എഴുന്നേറ്റ് വയ്ക്കണം, എന്നാലേ അവർ ബ്രീഡാകത്തുള്ളൂ. നമുക്ക് ഈ കൊച്ചിനും കൂടെ വളർത്തി വലുതാക്കാം. 4 പട്ടി ഇരിക്കട്ടെ. അത്രയൊന്നും ആവശ്യമില്ല, എന്നാലും ഇരിക്കട്ടെ. ഒരെണ്ണം ചത്തുപോയാൽ അടുത്തതിന് വരുത്താം. കൊടുത്ത് വലുതാക്കാം. തീർന്നു. വേറെ ഫുഡ് 3 പോർക്കുണ്ട്. അതും കൂടെ കൊടുക്കാം. എന്നിട്ടും വലുതായില്ലല്ലോ. ഇനി ഇതിനകത്ത് ഫുഡില്ല. മറ്റേതിനകത്ത് 2 ബീഫുണ്ട്. ആ ബീഫ് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ വേറെ പോർക്കുണ്ട്. ആ പോർക്ക് റെഡി ആവുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് ഫുഡ് ഇല്ല. ഫുഡില്ല. നമുക്ക് നമ്മുടെ ഫർണസിനകത്ത് പോർക്കുണ്ട്. ഫർണസിനകത്ത് ഫുഡ് റെഡിയായോ? റെഡിയായി. 6 പോർക്കുണ്ട്. ഫീഡ് ചെയ്യാം. വലുതായി. മതി. ഇത്രയും പട്ടി മതി. ബാക്കി എല്ലാത്തിനും ഇരുത്താം, അല്ലെങ്കിൽ എല്ലാം പുറകിന് വരും. ഒരെണ്ണത്തെ മാത്രം കൊണ്ടുപോയാൽ മതി. സെറ്റ് ചെയ്യിക്കാൻ നോക്കുന്നതാണ്. അപ്പോഴറിയാതെ അടി കൊള്ളുന്നവർക്ക്. അവരെന്നെ ഒന്നും ചെയ്യത്തില്ല, കാരണം എൻ്റെ പെറ്റല്ലേ. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ വരത്തുള്ളൂ. കാണിച്ചു തരാം. എന്നാണേ എന്തേ വന്നില്ല, ചമ്മി. നമുക്കിപ്പം റോ ചിക്കൻ അങ്ങോട്ട് ചൂടാക്കാൻ നോക്കാം. നമുക്ക് പിന്നെ ഫുഡ് വേണ്ടേ. നോക്കിയിരിക്കണ്ട, തരത്തില്ല. എനിക്ക് തിന്നണം. തിന്ന് വിശപ്പൊക്കെ മാറി. നമുക്ക് വെളിയിലോട്ട് പോവാം. ഇപ്പോൾ വരുമായിരിക്കും പട്ടി. കണ്ടോ, വന്ന്. അപ്പം നമുക്ക് ഇത് എടുത്തുകൊണ്ട് ജീവികളെ കൊല്ലാൻ പോകാം. അങ്ങൊരാടിക്കുന്നു. ഫസ്റ്റ് ആടിനെ കൊല്ലാം. ചത്ത്. ഇനി ആ പന്നിയെ കൊല്ലാം.
അതും ചത്തു. ഇനി നമ്മൾ അടുത്തായിട്ട് ഏതിനെ കൊല്ലും? അതുകൊണ്ട് അങ്ങൊരു പന്നി നിൽക്കുന്നു. അവിടെ ആയിട്ട് സോംബിയാണോ അത്? വാടാ റെഡി. നമ്മളൊന്നും ചെയ്യുന്ന കണ്ടോ, നമ്മുടെ പട്ടി മതി. ഹായ് ബായ്. കണ്ടോ, നമ്മളൊന്നും ചെയ്യണം, നമ്മളൊരു വെട്ടിയാൽ മതി, ആ പട്ടി വാക്കി വയ്ക്കോളും. എത്രയായി സമയം? അതുകൊണ്ട് ഇവിടെ വേറെ ഒരു പട്ടിപ്പുണ്ട്, അതിനെ നോക്കാനുള്ള ഫുഡൊന്നും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല ഇപ്പോഴത്തേക്ക്. പിന്നെ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്ക് ഇല്ല ഓരോ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ല, അതാ ജോലി. അപ്പം ഇയാളുടെ ചെസ്റ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമായിരിക്കും. അതും കൂടെ ഒന്ന് നോക്കാം. ഇതെന്തോ ഒബ്സീഡിയൻ അല്ലേ? ഇത് നെതറിൽ പോകാൻ ഉപകാരപ്പെടും. പിന്നെ ഒരു പിക്കാക്സ്, അതൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത്. ആപ്പിളുണ്ട്, ആപ്പിൾ എടുത്ത് അയൺ ഇൻഗോട്ടുണ്ട്. ഇത് ഇവരുടെ പണ്ടത്തെ ഗോലണ്ണന് കൊടുക്കാൻ വെച്ചായിരിക്കും. ഗോലണ്ണെന്ന് വെച്ചാൽ മനസ്സിലാകത്തില്ലായിരിക്കും, ഞാൻ ഉദ്ദേശിച്ച അയൺ ഗോലത്തെയാണ്, അയൺ ഗോളം. ഓ സന്ധ്യയായി, നമുക്ക് ഓടിപ്പോയേക്കാം, അല്ലെങ്കിൽ സോംബികളെല്ലാം കൂടെ നമ്മളെ കയറി പണി. പ്രത്യേകിച്ച് ആ ക്രീപ്പറിനെ കൊണ്ടൊരു വലിയ ശല്യമാണ്. ഞാൻ കത്തിച്ച് വെച്ച ലാമ്പാ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വീട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലുക്കില്ല, നമുക്ക് കുറച്ച് ലുക്കാക്കി എടുക്കണം. അതിനൊക്കെ സമയമുണ്ടല്ലോ. വാടാ വാ, വരത്തില്ലേ? കുറച്ച് ബാക്കിലോട്ട് പോയി നോക്കണം. നമ്മുടെ ഫുഡ് നമുക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിടാം. അപ്പോൾ നമുക്ക് പോർക്ക് വെച്ച് കൊടുക്കാം. പട്ടി വന്നു. 1 2 3 4. ഇവനെ ഇവിടെ ഇരുത്തണോ? ഇരുത്തിയേക്കാം. അപ്പം നമുക്ക് പോയി കിടക്കാം. അങ്ങനെ രാവിലെയായി. വെളിയിൽ ആൾക്കാരൊക്കെ ഇപ്പോഴും കാണും. ഇപ്പോൾ ഡോറടിച്ച് വെച്ചേക്കാം. പട്ടിയൊന്നും എൻ്റെ കൂടെ വരത്തില്ല ഇപ്പോൾ. ഹായ് കോഴി. നമ്മളിപ്പോൾ കഴിക്കുന്ന ചിക്കനാ, പോർക്കും ഉണ്ട് നമ്മുടെ ഈ. അതുകൊണ്ട് ചിലന്തി പോന്നു. കോഴിയെ വെറുതെ വിട്ടേക്കാം, ചിലന്തിയെ പോയിക്കൊല്ല. ചിലന്തി നമ്മളെ ഒന്നും ചെയ്യത്തില്ലേ? നമ്മളങ്ങോട്ട് ചെന്ന് ചെയ്താലും എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. നമുക്കൊന്ന് അടുത്ത് നിന്ന് നോക്കാം എന്തെങ്കിലും ചെയ്യാം. ഒന്നും ചെയ്ത് അതറിയാൻ പറ്റത്തില്ല. ഇനി ആ ചിലന്തി ചെയ്യും, കാരണം മറ്റേ ചിലന്തിക്കൊന്നുമില്ല, അതുകൊണ്ട് ആ ചിലന്തി ചെയ്യുമായിരിക്കും. ഈ സ്പൈഡർ കൊണ്ട് എന്ത് ഉപകാരം? അതുകൊണ്ട് ഇവിടെ മൊത്തം ചിലന്തിയാണോ? ഒന്ന് കാണാൻ പറ്റില്ല. ഷീൽഡ് പിടിക്കണം. ഇനിയും കുഴപ്പമില്ല. ഒരുപാട് സ്പൈഡറെ കിട്ടി. ഇനിയും നിന്നെ ഞാൻ എടുത്തോളാം. കിട്ടി. ഇത് കുഞ്ഞു പന്നിയല്ലേ, ഇനിയൊന്നും കൊന്നൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അവിടെ വേറെ ഒരു ചിലന്തി. ഷീൽഡും പിടിച്ചോണ്ട് പോയേക്കാം. ഒന്നും ചെയ്യുന്നില്ല കണ്ടോ? ഷീൽഡ് പിടിച്ചാൽ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രീപ്പർ പൊട്ടിത്തെറിച്ചാലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഷീൽഡ് പിടിക്കണം. അതുകൊണ്ട് ആടൊക്കെ ഓടിപ്പോന്ന്. അങ്ങ് മഞ്ഞുമലയാണ് കാണുന്നത്. അവിടെയൊക്കെ പോണം. ഞാൻ ഒരു വട്ടം പോയായിരുന്നു. അവിടെ ഇല്ല, നെതറിലോട്ട് പോകാനുള്ള സ്ഥലം ഉണ്ടല്ലോ. നെതറിലോട്ട് പോകാൻ ഒബ്സീഡിയം ഫുള്ളാക്കി കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന ആ സംഭവമൊക്കെ ഉണ്ട് ആ മഞ്ഞുമലയുടെ. പക്ഷെ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇപ്പം നമ്മുടെ ഈ 4 ഒബ്സീഡിയൻ ഉണ്ട്, അതും കൂടെ വെച്ചിട്ട്
ഇവൻ ഏതോനാ? നമ്മുടെ വില്ലേജറാണ്. നമ്മുടെ വില്ലേജിലും ഇങ്ങനെ ഓരോരുത്തന്മാരുണ്ട്. അടിച്ചു നോക്കാം. നമ്മളെ അടിക്കുന്നു. ഇത് വില്ലേജറല്ല. പിന്നെ വില്ലേജർ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തില്ല. അപ്പോൾ സോംബിയെ പോലത്തെ എന്തെങ്കിലും സംഭവമായിരിക്കുമോ? ഷീൽഡ് പിടിച്ചു പോവാം. വെള്ളത്തിൽ ഷീൽഡ് വർക്കാകത്തില്ല. റൂട്ടൻ ഫ്ലഷ് കിട്ടി. ഇവിടെ പിന്നെ ഓക്ക്വുഡ് വെച്ചേക്കുന്ന ഞാനൊന്നും അല്ല. ഇവിടെ ആ വില്ലേജേഴ്സ് തന്നെ ഓക്ക്വുഡ് വെച്ചേക്കുന്നത്. ഗോലെണ്ണനെല്ലാം ഇത് കിട്ടാതെ ചത്തു എന്ന് തോന്നുന്നു. അയണിൻകോട്ട്. നമ്മുടെ വീട്ടിൽ ഇന്ന് വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടായിട്ടല്ല വീഡിയോ ഇട്ടത്. ദിവസം ഇടുന്ന കൂട്ടത്തിൽ അങ്ങ് ഇട്ടതാ. അത് കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. നമുക്കൊരു കുതിരയെ വേണം. അതിനാ സാഡിൽ നോക്കുന്നത്. സ്പെല്ലിങ് കറക്റ്റാണല്ലോ, കിട്ടുന്നില്ല സാഡിൽ. എന്തേ കൂട്ടത്തിൽ തപ്പി നോക്കാം. കൂട്ടത്തിലുണ്ടോ? ഇല്ല. ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. ഒരു കൂട്ടത്തിലും ഇല്ല. ഒരു കൂട്ടത്തിലും ഇല്ല. ഗോൾഡൻ ആപ്പിളിന് ഗോൾഡൻ ഇൻഗോട്ടും. ഗോൾഡൻ ആപ്പിൾ കഴിച്ചാൽ എന്തോ ഉപകാരം? ലൈഫ് കൂടുമോ? കൂടുമെന്ന് തോന്നുന്നു. സാഡിൽ യെസ് മാത്രം അടിച്ചു നോക്കാം. സ്പെല്ലിങ് കറക്റ്റ് അല്ലേ? പിന്നെ ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലെന്നറിയാം. എന്നാലും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബൈ.